ഉപ്പുതറ 9 ഏക്കറിൽ നിന്നും പാറ പൊട്ടിച്ചു കടത്തിയ സംഭവത്തിൽ DCC ജനറൽ സെക്രട്ടറിക്കും പഞ്ചായത്ത് അംഗത്തിനുമെതിരെ പോസ്റ്റർ പ്രചാരണം. വർഗീയപരമായി അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലാണ് പോസ്റ്റർ പ്രചരിക്കുന്നത്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാൽ വീട്ടിയുടെ നേതൃത്വത്തിൽ പാറ പൊട്ടിച്ചു കടത്തിയ കേസിൽ എതിർത്തതാണ് പോസ്റ്റർ പ്രചാരണത്തിന് പിന്നിലെന്നാണ് ഉയരുന്ന ആരോപണം. 9 ഏക്കറിലെ ക്ഷേത്രം ഭൂമിയിൽ നിന്നും അനധികൃതമായി പാറ പൊട്ടിച്ചു കടത്തിയ സംഭവത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ്, DCC ജനറൽ സെക്രട്ടറി, BJP പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയായ വാർഡ് മെമ്പർ എന്നിവർക്കെതിരെ പോസ്റ്റർ പ്രചരണം കൊഴുക്കുന്നു. ക്ഷേത്രം ഭൂമിയിൽ നിന്നും വൻതോതിൽ പാറ പൊട്ടിച്ചു കടത്തിയതാണ് പ്രശ്നത്തിന് തുടക്കം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായ ഷാൽ വെട്ടിക്കാട്ടിലാണ് ക്ഷേത്രത്തിന്റെ സെക്രട്ടറി. പാറ പൊട്ടിച്ചു കടത്തുന്നതിൽ പരാതി ഉയർന്നിട്ടും അധികൃതർ നടപടിയെടുത്തില്ല. വ്യാപക പരാതിയായതോടെ നടപടി ആവശ്യപ്പെട്ട് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാറ മാധ്യമങ്ങളിൽ വാർത്ത നൽകി. പരാതിക്ക് പിന്നിൽ BJP പഞ്ചായത്ത് സെക്രട്ടറിയും വാർഡ് മെമ്പറുമായ ജെയിംസ് തോക്കമ്പൻ ആണെന്ന് മണ്ഡലം പ്രസിഡന്റ് പ്രചരണം നടത്തി. തുടർന്ന് മണ്ഡലം പ്രസിഡന്റിനെതിരെ BJP വാർഡ് കമ്മിറ്റി പോസ്റ്റർ പ്രചരണം നടത്തി. തുടർന്ന് കളക്ടർ, ജില്ലാ ജിയോളജിസ്റ്റ് എന്നിവർക്ക് വാർഡ് മെമ്പർ ജെയിംസ് തോക്കമ്പൻ രേഖാമൂലം പരാതി നൽകി. ഇതോടെ DCC ജനറൽ സെക്രട്ടറി അരുൺ പൊടിപ്പാറയ്ക്കും വാർഡ് മെമ്പർ ജെയിംസ് തോക്കമ്പനും നേരെ ക്ഷേത്രം കമ്മിറ്റിയുടെ പേരിലും പോസ്റ്റർ പ്രചരണം നടത്തുകയായിരുന്നു. ഈ പാറപ്പൊട്ടിന് യാതൊരു ബന്ധവുമില്ലാഞ്ഞു ഈ അനധികൃതമായ പാറഖനനം നിർത്തണമെന്നും അതിന് സർക്കാരിനുണ്ടായ നഷ്ടം സർക്കാരിലേക്ക് തിരിച്ചു പിടിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടത്. എന്നാൽ ചില ആളുകൾ ഇത് വഴിതിരിച്ചു വിട്ടുകൊണ്ട് 9 ഏക്കർ അമ്പലത്തിന്റെ വികസനം തടസ്സപ്പെടുന്ന രീതിയിലാണെന്ന് പറഞ്ഞുകൊണ്ട് ചില പോസ്റ്ററുകളൊക്കെ വെക്കുന്ന ഞാൻ കാണുകയുണ്ടായി. അതിനും പറഞ്ഞിരിക്കുന്ന ഹൈന്ദവ മതവിശ്വാസത്തെ ചേർത്ത് പിടിക്കുന്ന അരുൺ പൊടിപ്പാറയും തോക്കമ്പനെയും ചില ചിൽബന്ദികളെയും CPM അമ്പല ഹിന്ദു വിശ്വാസികൾ തിരിച്ചറിയുക എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം ഈ പോസ്റ്റ് ഇട്ട് ചില ആളുകളൊക്കെ ഉപ്പാർ OMLP സ്കൂൾ അവിടെ സ്ഥലം കൈയേറിയപ്പോൾ ഉപ്പാർ സെന്റ് മേരീസ് ഫൊറോനപ്പള്ളി ഒന്നടങ്കവർക്കെതിരെ നിന്നപ്പോൾ അന്ന് ആ ഇടവകയിൽ നിന്നുകൊണ്ട് ഇവർക്ക് നിർത്തിക്കൊണ്ട് ഇവർ ആ പ്രശ്നം മാന്യമായിട്ട് സെറ്റിൽ ചെയ്ത് കൊടുത്ത ആളാണ് ഞാൻ. അതും ഉപ്പാറിലെ ആളുകൾക്ക്, ഭൂരിപക്ഷം ആളുകൾക്കും ജാതി മത വ്യത്യാസം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് അതിനെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം വിഷക്കൂണുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ഇവിടുന്ന് തൂത്തെറിഞ്ഞുകൊണ്ടും അപ്പം സംസ്ഥാന ഗവൺമെന്റിനുണ്ടായ നഷ്ടങ്ങൾ മൊത്തം ഇവിടുന്ന് നീളാക്കണമെന്ന് എനിക്ക് പറയാം. അതിനിടെ ഉന്നത CPM നേതാക്കളുമായി ചേർന്ന് മണ്ഡലം പ്രസിഡന്റ് ഷാൽ വെട്ടിക്കാട്ടിൽ പാറഖനനം നടത്തിയതും മണ്ഡലം പ്രസിഡന്റിനെതിരെ DCC ജനറൽ സെക്രട്ടറി പത്രവാർത്ത നൽകിയതും കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും ചേരിതിരിവ് രൂക്ഷമായി. ക്ഷേത്രത്തിന്റെ ആവശ്യത്തിന് പാറ പൊട്ടിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. എന്നാൽ 400ഓളം ലോഡ് കല്ല് പൊട്ടിച്ചു കടത്തിയെങ്കിലും ഒരു കല്ല് പോലും ക്ഷേത്രത്തിന് ഉപയോഗിച്ചില്ല. അതിനിടെ രേഖാമൂലം പരാതി ഉണ്ടായിട്ടും അനധികൃത പാറഖനനത്തിനെതിരെ നടപടി സ്വീകരിക്കാൻ അധികൃതരും തയ്യാറായില്ല. ഇതിൽ വ്യാപക പ്രതിഷേധം നാട്ടുകാർക്കുണ്ട്. വരും ദിവസങ്ങളിൽ പാറ പൊട്ടിക്കൽ വിവാദം കനക്കും. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.